കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാർ. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ഈ ദൈവവചനം പഠിക്കണമെങ്കിൽ ഹല്ലേലൂയ ഇതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ച് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം കൂടെ വായിക്കണം. 3 തലത്തിലുള്ള ആളുകളെ ഇവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ 3 തലത്തിൽ, 3 നിറത്തിൽ, 3 സ്വഭാവത്തിൽ, 3 രീതിയിൽ, 3 ഭാവനയില് അങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ അനവധിയുണ്ട്. അങ്ങനെയുള്ള ഈ ദൈവവചന ഭാഗത്ത് ഈ 3 വിധ ഭാവമുള്ള മനുഷ്യൻ ആരാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തിയിട്ട് അടിയിൽ കമന്റ് ഇട്ടാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഏത് കമന്റും വന്നാലും എന്നെ സംബന്ധിച്ച വിഷയത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നല്ലത് പറഞ്ഞാലും കുഴപ്പമില്ല, ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം 2 വശവും വേണമല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവുപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. 1-ാമത്തെ മനുഷ്യൻ ആത്മീയ മനുഷ്യൻ. മാനുഷികമായ ജ്ഞാനങ്ങൾ കൊണ്ടല്ല പൗലോസ് തന്റെ വചനവും ഹല്ലേലൂയ താൻ ജനത്തോട് ഉപദേശിക്കുന്നു. ഹല്ലേലൂയ, ആത്മീയന്മാർക്ക് ആത്മീയമായത് തന്നെ പ്രസ്താവിച്ചു കൊടുക്കാൻ വേണ്ടി പൗലോസ് എന്താണ് ചെയ്തത്? ആത്മീയമായത് അവർക്ക് തെളിയിച്ചു കൊടുക്കുക. 1 കൊരിന്ത്യർ ലേഖനം അല്ലെങ്കിൽ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ ആളെ കാണാൻ കഴിയും. പ്രാകൃത മനുഷ്യൻ. അവിടെ പറഞ്ഞ, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. അപ്പൊ ആത്മീയമായി വിവേചിക്കാൻ കഴിയാത്തവൻ, അവന് ദൈവജനമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അവൻ നിൽക്കുമ്പോൾ അവനെ കുറിച്ച് പറഞ്ഞവിടെ പ്രാകൃത മനുഷ്യനാണ്. ഹല്ലേലൂയ. താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല എന്നാ പറയുന്നത്. ഇന്ന് കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്ന നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകും. ഈ 3-ാം അധ്യായം 1-ാം വാക്യം വരുമ്പോൾ ഹല്ലേലൂയ ജഡിക മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ആ വാക്യം കൂടെ വായിച്ചിട്ട് തുടരാം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ആത്മീയനും പ്രാകൃതനും ജഡികനും. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന് 3 നിലകളിലാണ് ഇവിടെ കാണുന്നത്. ആത്മീയൻ, പ്രാകൃതൻ, ജഡികൻ എന്നിങ്ങനെയാണ്. 13-ാം വാക്യത്തിൽ ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നുവെന്നും 14-ാം വാക്യത്തിൽ ഹല്ലേലൂയ ആത്മീയരോ സകല വിവേചിക്കുന്നുവെന്നും. ഹല്ലേലൂയ, കാരണം അവരിൽ ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുകയും അവനെ ഹല്ലേലൂയ ഭരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആത്മീയനെ ആത്മീയമായത് വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് അവനെ നിയന്ത്രിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവനിൽ ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുകയും അവനെ ഭരിക്കുകയും ചെയ്യുന്നു. ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളും ഹല്ലേലൂയ മാനുഷിക കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം വകതിരിച്ച് ഗ്രഹിപ്പാൻ ഒരു ആത്മീയന് കഴിയും. ഹല്ലേലൂയ. ആ മനുഷ്യൻ എപ്പോഴും ആത്മീയമായ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ആത്മീയമായി മാത്രം അവൻ വളരുവാൻ ആഗ്രഹിക്കുന്നവൻ. അവൻ ലോകത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല ദൈവിക സത്യങ്ങളുടെ ആഴവും ദൈവിക കരുതലും അവൻ തിരിച്ചറിയുന്നവരാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, ദൈവിക സത്യങ്ങളുടെ ആഴവും ദൈവത്തിന്റെ കരുതലും തിരിച്ചറിഞ്ഞ് ദൈവവചനത്തെ യഥാർത്ഥമായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആത്മീയന്മാരോട് ആത്മീയമായി ഇടപെടുകയും ആത്മീയമായി സംസാരിക്കുകയും ആത്മീയ കാര്യങ്ങൾക്ക് മുൻനിരയിൽ നിൽക്കുകയും ആത്മീയമായ അനുഭവത്തിലൂടെ ജീവിക്കുകയും ചെയ്യുന്നവൻ അവനെപ്പോഴും ദൈവാത്മാവിന്റെ ഉപദേശം തേടുന്നവനാ. ഹല്ലേലൂയ. അവന് ദൈവാത്മാവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്.
അവൻ ആരാലും വിവേചിക്കപ്പെടും. കാരണം അവൻ ദൈവാത്മാവിൽ വിവേചിക്കപ്പെട്ടുകൊണ്ട് അവൻ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് അവൻ ജീവിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാണ്. അല്ലെ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. അപ്പൊ ആത്മീയൻ ആരാണ്? ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്. പ്രൈസലോ. രണ്ടാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 2:14 നമ്മൾ വായിച്ചു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കാകിയാൽ അത് അവന് ഗ്രഹിപ്പാനും കഴിയുന്നില്ല. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളത്തില്ല, കാരണം അവന് വിവേചിക്കാൻ അറിയില്ല. അതുകൊണ്ട് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ പറ്റില്ല. അവനെക്കുറിച്ച് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവനും ദൈവാത്മാവില്ലാത്തവനുമാണ് ഈ പ്രാകൃതൻ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടാത്തവൻ, ദൈവാത്മാവില്ലാത്തവൻ, അവനെ പ്രാകൃതൻ എന്നാണ് രേഖപ്പെടുത്തുന്നത്. അവനെക്കുറിച്ച് ഒരുപാട് ദൈവവചനം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 15:44, യാക്കോബിന്റെ ലേഖനം 3:15, യൂദയുടെ ലേഖനം 19 വാക്യമൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അവന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മാനുഷികം മാത്രമായിരിക്കും. പ്രാകൃതന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ മാനുഷികമായി മാത്രമുള്ളതാണ്. ആത്മീയമായി അവന് വിവേചിക്കാൻ അറിയത്തില്ല. ലേലിയ. ഇവിടെ ദൈവത്തിന് പറയും ആ ആത്മീയ കാര്യങ്ങൾ വിവേചിക്കാൻ അവനാവില്ലാത്തത് കൊണ്ട് അവരുടെ സ്വാഭാവികമായ കഴിവുകളിൽ അവൻ ആശ്രയിക്കുക. സ്വന്തമായിട്ട് എല്ലാവർക്കും ഒരു കഴിവുണ്ട്. ആ പ്രാകൃത മനുഷ്യൻ അവന്റെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുക. ലൗകിക കാര്യങ്ങളല്ലാതെ ആത്മീയ കാര്യങ്ങൾ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ലൗകിക കാര്യങ്ങളിൽ മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ. അല്ലേ? ചില ദൈവമക്കൾ, ചില ദൈവദാസന്മാരെ കാണുന്നില്ല. ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കാതെ ലൗകികമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരുപാട് വിശ്വാസികളെ പാസ്റ്റേഴ്സിനെ കാണിച്ചില്ല. ദൈവത്തിനെ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രാസംഗികരിൽ ഒരു ശക്തനായ പ്രാസംഗികൻ ലൈംഗിക കാര്യങ്ങൾ പറയുമ്പോൾ ജനം വളരെ വിക്ടറി ജയമൊക്കെ പറയും, രക്തം ജയമൊക്കെ പറയും. കാരണം പുള്ളിയുടെ ശുശ്രൂഷ മുഴുവൻ ലൈംഗിക കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമ്മിറ്റ് ആക്കി ഇട്ടാൽ താഴെ. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും ജനം ഭയങ്കര ഗ്ലോറി, ഹല്ലേലൂയ, രക്തം ജയമൊക്കെ പറയും. കാരണം ലൈംഗികമായത് മാത്രം പ്രസംഗിക്കുവാനും അത് കേൾക്കാനിരിക്കുന്ന വിശ്വാസികൾ കുറെ പേരുണ്ട്. ഹല്ലേലൂയ. ദൈവസഭയുടെ കാര്യമാണ് കേട്ടോ. അപ്പൊ പ്രാകൃത മനുഷ്യൻ ഉള്ളിൽ വസിക്കുന്നിടത്തോളം കാലം അവൻ ആത്മീയമായി വിവേചിക്കാൻ കഴിയാത്തതുകൊണ്ട് അവന്റെ സ്വന്തം കഴിവുകൊണ്ട്, ബുദ്ധി കൊണ്ട് ലൗകികമായ കാര്യങ്ങളെ പറഞ്ഞ് മനുഷ്യനെ ചിരിപ്പിക്കും, കൂടെ ചിരിപ്പിക്കും. ലൈംഗിക ആസക്തി മനുഷ്യനുണ്ടായി കൊടുക്കുന്നവരാണ് പ്രാകൃത മനുഷ്യൻ. ദൈവസഭയിൽ അങ്ങനെയുള്ളവരെ കാണാൻ കഴിയും. പ്രൈസലോ. ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി അവരാരും പറഞ്ഞാൽ അംഗീകരിക്കുന്നില്ല. പുള്ളി വളരെ ജ്ഞാനിയാണെന്ന് പുള്ളിക്ക് സ്വയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് പുള്ളി പറയുന്നതാണല്ല ശരി. അതുകൊണ്ട് പുള്ളി മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം അങ്ങ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരുപാട് പ്രാസംഗികരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? സ്തോത്രം. ഇവിടെ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 3:1 പറയുന്നത് ജഡികൻ. അല്ലേ? ആത്മീയ വളർച്ച പ്രാപിക്കാത്ത വിശ്വാസികളെയാണ് ജഡികന്മാരെന്ന് വിളിക്കുന്നത്. അവർ ആത്മീയ വളർച്ച പ്രാപിച്ചിട്ടില്ല. അല്ലേ? അപ്പൊ കൊരിന്ത്യയിലെ വിശ്വാസികളുടെ ആത്മീയ നിലവാരം ഉയരാത്തത് പൗലോസിന് വലിയ ഭാരമായിരുന്നു. അവരെ സഹോദരന്മാർ എന്ന് തന്നെ സംബോധന ചെയ്യുന്നു. രക്ഷിക്കപ്പെടാത്തവർ പ്രാകൃതൻ, രക്ഷിക്കപ്പെട്ടുവെങ്കിലും ആത്മീയ വളർച്ച ഇല്ലാത്തവൻ ജഡികൻ, ശിശുക്കളുടെ എന്ന പോലെ എന്ന് അവരെ കുറിച്ച് പൗലോസ് പറയുക. ലേലിയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ, നിങ്ങൾ ഈ കൂട്ടത്തെ ആത്മീയനോ പ്രാകൃതനോ ജഡികനോ? അല്ലേലിയ. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഈ വചനം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായതുകൊണ്ട്, ആത്മീയ നിലവാരം നിർത്തി കർത്താവിന്റെ വരവിനായി ഒരുങ്ങേണ്ടിയവരായതുകൊണ്ട് എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഈ വചനം ചിന്തിക്കേണ്ടതാണ്. കാരണം ലോകം നമുക്ക് അനുകൂലമല്ല, ലോകത്തിന്റെ പാഠങ്ങൾ നമുക്ക് അനുകൂലമല്ല, ഈ ലോകം ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ നമുക്ക് അനുകൂലമല്ല, സോഷ്യൽ മീഡിയയുടെ കാണുന്നതൊന്നും നമുക്ക് അനുകൂലമല്ല. എന്തിനേറെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന മൊബൈലിൽ കൂടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ചിത്രങ്ങൾ പോലും നമ്മെ ആത്മീയ ജീവിതം തകർത്ത് കളയുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എത്രയെത്ര ആളുകളെ തകർന്ന് വിശ്വാസ ജീവിതത്തിൽ പുറത്തു പോകുന്നത്. അപ്പൊ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കർത്താവിന്റെ മനസ്സുള്ളവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ആത്മീയൻ എന്ന് പറയുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വസിക്കുന്നവനാണ്. അവൻ കർത്താവിന്റെ വചനം അനുസരിക്കുന്നവനാണ്.
അവൻ വേർപാടും വിശുദ്ധി ആചരിക്കുന്നവനാണ്. വേർപാടിന് ദോഷം വരുന്നൊന്നും അവൻ ചെയ്യത്തില്ല. അവൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി ജീവിക്കാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ മനസ്സ് വിശുദ്ധമായിരിക്കും. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിശുദ്ധമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മനസ്സ് വിശുദ്ധമായിരിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, വചനം പറയുന്നത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ. ഹല്ലേലൂയ. അതേക്കുറിച്ച് വചനം പറഞ്ഞ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. അവരിങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 3-ാമത്തെ, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളി. ഹല്ലേലൂയ. വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വചനമാണത്. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ഈ 3-ാം വാക്യം എന്ന് പറയുന്നത് ഇവിടെ വല്ല ആർദ്രവും മനസ്സും ഉണ്ടെങ്കിൽ എന്നൊക്കെ പൗലോസ് പറഞ്ഞു തുടങ്ങിയിട്ട് പറയുകയാണ് ശാഠ്യത്താലും ദുരഭിമാനത്തിലും ഒന്നും ചെയ്യാതെ താഴ്മയോടെ. അപ്പൊ നമ്മുടെ ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന കോലാഹലങ്ങൾ, ഹല്ലേലൂയ, എത്ര ഹീനവും നികൃഷ്ടമായതാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വാർത്തകളിൽ യൂത്ത് കോൺഗ്രസ്സുകാരൻ IPC സഭയ്ക്കകത്ത് കയറി അടിയുണ്ടാക്കിയത്. ഇങ്ങനെയുള്ള ഒരു സഭയെ വെച്ചുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവരൊന്നും സഭയുടെ ഉന്നതമായ സ്ഥാനത്തിരുന്നുകൊണ്ട് ശിശുക്കളായിരിക്കുന്നവർക്ക് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരല്ല. അവർക്ക് ഈ പ്രാകൃത ജഡിക സ്വഭാവമുള്ളവരാ. ശാഠ്യത്തോടെ, ഹല്ലേലൂയ, സ്തോത്രം, ദുരഭിമാനത്തോടെ ഒക്കെ നിറഞ്ഞ് ജീവിക്കുന്നവരാ. ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, ശാഠ്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴും കൺവെൻഷൻ സമയമൊക്കെ ആകുമ്പോഴത്തെ അനവധി രാഷ്ട്രീയക്കാർ കുറെ വേദപുസ്തക വാക്യങ്ങൾ കാണാതെ പഠിക്കും. ഇനിയിപ്പോൾ അതിന്റെ ഊഴവാ. ഇനിയിപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, ബ്ലോക്ക് തെരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ. ഇനിയിപ്പം കുറെ ആത്മീകന്മാരെന്ന പോലെ ജഡികനും പ്രാകൃതന്മാരും ആയിരിക്കും. ദൈവവചനം പഠിച്ചിട്ട് വേർപെട്ട കൂട്ടങ്ങളെ സ്റ്റേജിൽ വന്ന് കയറിയിട്ട് അവര് പാസ്റ്റർമാരെ പോലെ പ്രസംഗിക്കും. അല്ലേ? അവരവരെ അടിയുണ്ടാക്കാൻ ആഹ്വാനം കൊടുക്കുന്നു പറഞ്ഞു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ നിയമസഭ തെരഞ്ഞെടുപ്പ് ഒരുപാട് പേര് നിങ്ങൾ അവരെ ഒന്ന് സ്റ്റേജിൽ കയറ്റി ദൈവവചനം പ്രസംഗിക്കാൻ അവസരം കൊടുക്കരുത്. രാഷ്ട്രീയക്കാരന്റെ സ്റ്റേജിൽ പ്രസംഗിക്കട്ടെ. രാഷ്ട്രീയക്കാരന്റെ പെന്തക്കോസ്തുകാരന്റെ സ്റ്റേജിൽ എന്താ കാര്യം ഇരിക്കുന്നത്? അവർ വോട്ട് ചോദിക്കാൻ വരുന്നത് കുറെ വാക്യങ്ങൾ കാണാതെ പഠിക്കും, ദൈവവചനം കാണാതെ പഠിക്കും. അവന്റെ ജീവിതത്തിൽ അതില്ല. അവൻ ആത്മീയം വിവേചിക്കാൻ അറിയത്തില്ലാത്തവന്. അവൻ പ്രാകൃത മനുഷ്യൻ, ജഡിക മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി യോഗ്യമായത് ആർക്ക് രേഖപ്പെടുത്തുന്ന നിങ്ങൾ ആൾക്കാരെ വിവേചിച്ച് നിങ്ങളത് ചെയ്താൽ മതി. അത് ഇവരെ സ്റ്റേജിലൊന്നും കയറ്റിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ എന്നോട് യോജിക്കാൻ കഴിയില്ല. എന്നോട് യോജിച്ചില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പണ്ടൊക്കെ ഒരുപാട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പണ്ട് രാഷ്ട്രീയക്കാരുടെ സ്വഭാവം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, വീണ്ടും ഫിലിപ്പി ലേഖനം, ഹല്ലേലൂയ, 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന എന്താണ്? ഹല്ലേലൂയ, ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാന്ന് പറഞ്ഞു പോരാ. ഹല്ലേലൂയ. ഓരോ സ്വന്തം ഗുണം മാത്രം നോക്കി ഞാനും എൻ്റെ കുടുംബം, ഞാനും എൻ്റെ മക്കളും, ഞാനും എൻ്റെ ഭാര്യ, ഞാനും എൻ്റെ കൊച്ചുമക്കളും, ഞാനും എൻ്റെ അപ്പനും അമ്മയും, അല്ലേ, ഈ സ്വയത്വത്തിൽ ജീവിക്കുന്നവർ. അതുകൊണ്ട് വചനം ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് നിസ്വാർത്ഥത എന്നത് ശ്രേഷ്ഠമായൊരു സ്വഭാവമാണ്. നിസ്വാർത്ഥത എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ സ്വഭാവമാണ്. സ്വന്തം ഗുണം നോക്കരുത് എന്നല്ല, മറ്റുള്ളവരുടെയും കൂടെ കണക്കിലെടുത്ത് എന്നാണ്. സ്വന്തം മാത്രം നോക്കിയാൽ മറ്റുള്ളവരുടെ ഗുണം കൂടെ മറ്റുള്ളവരെയും കൂടെ നോക്കി അവരെയും കൂടെ പരിപാലിച്ച് ചേർത്ത് നിർത്തുവാൻ കഴിയുന്നതാണ് ദൈവവചനം നമ്മെ ഉപദേശിക്കുന്ന, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആത്മീയ മനുഷ്യൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻ സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവനെ കൂടെ തിരിച്ചറിയുന്നതിനായിരിക്കും. ഹല്ലേലൂയ. അപ്പം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് മത്തായി സുവിശേഷം 10:19 പറയുന്നുണ്ട്. നല്ല ശമരിയക്കാരന്റെ ഉപമ കർത്താവ് പറയുമ്പോൾ നീ പോയി അവൻ ചെയ്തതുപോലെ ചെയ്യുക എന്നും പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ മനസ്സറിഞ്ഞവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
ഫിലിപ്പിലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുവാൻ കാണുന്നത്, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ആരെ? ക്രിസ്തുവേശുള്ള ഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് ക്രിസ്തുവേശുള്ള ഭാവം നമ്മൾ നിറയപ്പെട്ട് ആത്മീയനോട് ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തമ്മിൽ പ്രബോധിപ്പിച്ചും അന്യോന്യം ആത്മീയ വർധന വരുത്തിയും ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചും ആത്മീയമായി വളരുന്നവനാണ് അവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസി. സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവൻ, സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവൻ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവൻ, അധികാരത്തിന് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നവനൊന്നും ആത്മീയന്മാരല്ല, അവർ ജഡികന്മാരാണ്, പ്രാകൃതന്മാരാണ്. ദൈവസഭയ്ക്കകത്ത് ഇന്ന് അനവധി ജഡികന്മാരും പ്രാകൃതന്മാരും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ട് 4 കാലും പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ഒരു കസേരയ്ക്ക് 4 കാലുണ്ടല്ലോ, 4 കാലിലും 4 ശക്തികൾ പിടിച്ചിരിക്കുക. 4 കാലിലും 4 ശക്തികൾ പിടിച്ചിരിക്കുക. നമ്മുടെ ആത്മീയ സഭകളുടെ നേതൃത്വങ്ങൾ, ക്രൈസ്തവ സഭയുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കണം, ക്രൈസ്തവ സഭയുടെ എല്ലാ വിഭാഗത്തിൽ നിന്ന് നോക്കണം. അതിന് വരുമ്പോൾ ഒറ്റ കസേരയാ ഉള്ളത്. ഹല്ലേലൂയ, ഒറ്റ കസേര 4 കാലിന് 4 പേര് പിടിച്ചിരിക്കുക. ഇവിടെ കേരളം നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? ഒറ്റ പദവിയാണ് മുഖ്യമന്ത്രി എന്നുള്ളത്. മുഖ്യമന്ത്രി എന്നുള്ള പദവിയുടെ ആ മുഖ്യമന്ത്രി ഇരിക്കുന്ന ചെയറിന്റെ 4 കാലിലും 4 കക്ഷികളെ പിടിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ നരേന്ദ്രമോദി സാർ, ലളിയ, അദ്ദേഹം ഇരിക്കുന്നത് ഒരു ചെയറാണ്, അധികാരത്തിന്റെ കസേരയാണ്. അതിനും തെരഞ്ഞെടുപ്പാകുമ്പോഴത്തിനും എത്ര കക്ഷികളാണ് 4 കാലെ പിടിച്ചു വലിക്കുന്നത് ആ കസേരക്കാരെ. പ്രൈസ് എന്ന് പറയുന്നത് ദൈവസഭയ്ക്കകത്തുള്ള അനവധി ആളുകൾ ആത്മീയമായി വിവേചിക്കാതെ, അല്ലേലൂയ, അവർ അധികാരത്തിന് വേണ്ടി ഒരു കസേരയുടെ 4 കാലിന് പിടിച്ചു വലിച്ചുകൊണ്ട് ശാഠ്യത്താലും ദുരഭിമാനത്താലും അല്ലേലൂയ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ജഡികന്മാരെ പോലെ പ്രവർത്തിക്കുക. എന്താ ഈ 4 കാലെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ 4 കാല്? കസേര 4 കാല്. ഞാൻ എൻ്റെ ഭാവനയെ പറയും, ദുരുപദേശമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ കാണാം. 4 കാല്, ഒരു കസേര 4 കാലെന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം, നമ്മൾ എഫേസ്യ ലേഖനം അല്ലെങ്കിൽ 6-ാം അധ്യായം 10-12 വാക്യങ്ങൾ വായിക്കാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന് ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസന, ഈ 4 കാലുകൾ, ഈ 4 ശക്തികളാണ്. അതിനകത്ത് ആത്മീയമായി ഇതില്ലെന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രൈസലോ. എന്താണ് 4 കാല്? വാഴ്ചകള്, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൽ ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന് പറയുന്ന 4 അന്ധകാര ശക്തികൾ വ്യാപരിക്കുന്ന ഒരു കസേരയുടെ കാലിന് ഹല്ലേലൂയ അധികാരത്തിനു വേണ്ടി മത്സരിക്കുന്ന ശാഠ്യത്തോടെ ദുരഭിമാനത്തോടെ ചെടിയന്മാരെ പോലെ പ്രാകൃതന്മാരെ പോലെ ആമേനായിരിക്കുന്ന കുറെ ജനം. അപ്പൊ നമ്മുടെ വീട്ടിൽ കസേരയില്ലേ? അതല്ല ഇങ്ങനത്തെ അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ കസേര നമ്മൾ ഉപയോഗിക്കുന്നത് അത് അധികാരത്തിന്റെ കസേരയല്ല, നമ്മൾ ഇരിക്കാൻ വിശ്രമിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എല്ലാ വീട്ടിലും കസേരയുണ്ട്. എല്ലാ വീട്ടിലും കസേര ഉണ്ടെങ്കിൽ അതിന് അവകാശങ്ങളില്ല, വീട്ടിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം. അത് എന്റേതാണെന്ന് പറഞ്ഞ് നമ്മളാരും ഭരിച്ചുകൊണ്ട് പോകുന്നില്ല. അപ്പൊ അത് സാധാരണ നില. പക്ഷേ പ്രസ്ഥാനത്തിനകത്ത് കിടക്കുന്ന കസേര മേലലയ അധികാരത്തിന്റെ കസേരയാണ്. 4 ശക്തികളാണ് നിയന്ത്രിക്കുന്നത്. ആ 4 ഈ കസേരയ്ക്ക് പിടിച്ചു ഭരിക്കുന്നവന്മാര്, കസേരയ്ക്ക് വേണ്ടി നിൽക്കുന്നവന്മാര് 4 രീതിയിലുള്ള, ഒരുത്തൻ വാഴ്ച, ഒരുത്തൻ അധികാരം, ഒരുത്തൻ ഈ ലോകത്തിന്റെ അന്ധകാരത്തിൽ ലോകാധിപതി, ഒരുത്തൻ സ്വർലോകത്തിലുള്ള താമസേന. നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്? നിങ്ങൾ ആരുടെ കൂട്ടത്തിലെ ശ്രോതാവിൽ നിൽക്കുന്നത്? നിങ്ങൾ കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവനാണോ? കർത്താവിന്റെ മനസ്സറിഞ്ഞവരാണ്. ക്രിസ്തുവേശുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സാധാരണ വിശ്വാസിയായി ഇരുന്നു കൊണ്ട് നിങ്ങൾ ദൈവസഭയ്ക്കകത്തുള്ളവർക്ക് ആത്മീയമായി അവർക്ക് വളരുവാൻ, ആത്മീയമായി അവരെ പഠിപ്പിക്കുവാൻ, ആത്മീയമായി നിങ്ങൾ മറ്റുള്ളവർക്ക് ആത്മീയ വർധനവ് വരുത്തുന്ന ജീവിത സാഹചര്യങ്ങളോട് വേണം പറയാൻ. ഒരു ക്രൈസ്തവന്റെ ജീവിതം അങ്ങനെ വേണ്ടി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മത്സരിക്കാൻ പാടില്ല. സ്തോത്രം. നമുക്ക് മത്സരം വേണ്ടതേ. നമ്മൾ മത്സരിക്കുക എന്ന് പറഞ്ഞ പല്ലേ കുത്തി മണപ്പിക്കുക എന്ന് പറഞ്ഞവല്ല. ഈ കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂട്ടുന്ന ആളുകൾ, ഈ അധികാരത്തിൽ കസേരകളിൽ നടത്തുന്നവർ പല്ലേ കുത്തി മണപ്പിക്കുന്നവരാ. നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെയല്ലേ. ലേലിയ സ്വതം പ്രൈസലോ. ഈ ചില ആളുകളെ കാണത്തില്ല, ഈ ആഹാരമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ചില ആളുകളുടെ ഈ പോക്കറ്റിനകത്ത് ഈ പല്ലുകുത്തി എന്ന് പറഞ്ഞ സാധനം കാണും. ഈ കോലെ പല്ലുകുത്തി എന്ന് പറഞ്ഞ കാണുന്നത്.
ഇല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തായാലും ആഹാരം കഴിഞ്ഞ് പല്ലുകുത്തി എന്ന് പറഞ്ഞ ഈ കോലോടെടുത്ത് പോക്കറ്റ് കയ്യിലെടുത്ത് പിടിക്കും. നടക്കുന്ന വഴിക്കെല്ലാം ഇവനിത് പല്ലേ കുത്തും, വീണ്ടും കടിച്ച് ഈമ്പി എടുക്കും, വീണ്ടും പല്ലേ കുത്തും, വീണ്ടും കടിച്ച് ഈമ്പി എടുക്കുന്ന അനവധി ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഞാനങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഞാനത് ചെയ്യുന്നവര് തിരുത്താറുണ്ട്. ചില ആളുകൾ ഈ ആഹാരം കഴിഞ്ഞിട്ട് ആ പല്ലുകുത്തി എടുത്തുകൊണ്ട് ഒരു ചെന്റെ വീട്ടിൽ നിന്ന് തന്നെ മറ്റേ കടയിൽ മേടിക്കാനായിട്ട് ആ ഉരുളൻ അത് കൊണ്ട് പോക്കറ്റ് ഇട്ടുണ്ടാ പോരുന്നത്. എന്നിട്ട് ജനത്തിന്റെ ഇടയിൽ മുഴുവൻ ഇരുന്ന ഈ പല്ലേ കുത്തി എടുത്ത് തിന്നും. അത്ര വൃത്തികെട്ട സ്വഭാവമുള്ളവർ, അത്ര ചെടികന്മാർ, പ്രാകൃതന്മാർ. അവൻ ആത്മീകനല്ല, ഇവനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവൻ. അതുകൊണ്ട് ചാട്ടിത്താലോ ദുരാഭിമാനത്താലോ അല്ലയോ ദുരാഭിമാനത്തോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠം എണ്ണിക്കൊള്ളട്ടെ. ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ ഭാവം നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറയുമ്പോൾ നമ്മുടെ ആത്മജീവിതത്തെ നമ്മൾ വളർത്തിയെടുക്കണം. ഇന്നത്തെ തലമുറ പിഴച്ചു പോകുന്നു, ഇന്നത്തെ തലമുറ നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്നത്തെ തലമുറയെ മാതാപിതാക്കൾ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മാതൃകയില്ലാത്ത ജീവിതം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, അപ്പോൾ ഒരാളുടെ മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലെ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളുടെ മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലെ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാകണം. ഒരാൾ എപ്രകാരം ചിന്തിക്കുന്നുവോ അതുപോലെ ആയിരിക്കും അവന്റെ ചിന്തയും മനസ്സിന്റെ പ്രവൃത്തിയും. ഒരാൾ എപ്രകാരം ചിന്തിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കും അവന്റെ ജീവിതവും അവന്റെ ജീവിതത്തിലുള്ള മനസ്സിലെ ചിന്തകളും. വായിലെ വാക്കുകളാൽ വെളിയിൽ വരുന്ന വായിലെ വാക്കുകളായി അല്ലേരിയ വെളിയിൽ വരുന്ന വാക്കുകൾ അല്ലേരിയ അത് മറ്റുള്ളവർക്ക് ദോഷമായി മാറാതെ അല്ലേരിയ നമ്മുടെ വായിലെ വാക്കുകളാണ്, ആ വാക്കുകളാണ് വെളിയിലേക്ക് വരുന്നത്. അത് മറ്റുള്ളവർക്ക് ദോഷമായി മാറാതെ നിങ്ങളുടെ വായിൽ വരുന്ന വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് ആശ്വാസപ്രദമായിരിക്കണം. ഇവിടെ കർത്താവിന്റെ പരിശുശ്രൂഷ 3.5 വർഷം നിങ്ങൾ പഠിച്ചു നോക്ക്. കർത്താവിന്റെ ശുശ്രൂഷ 3.5 വർഷം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വാക്കുകൾ, ആ വാക്കുകൾ തന്റെ ജീവിതത്തിനകത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തി രക്ഷയിലേക്ക് നയിക്കുന്ന വാക്കുകളായിരുന്നു യേശു ഉച്ചരിച്ചത് മുഴുവൻ. അല്ലേരിയ നമ്മുടെ വാക്കുകളൊക്കെ അങ്ങനെയാണോ? അപ്പം നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ നല്ല സ്വഭാവത്തെ വെളിപ്പെടുത്തണം. നമ്മുടെ പ്രവൃത്തികൾ നല്ല സ്വഭാവത്തെ വെളിപ്പെടുത്തണം. ഇതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, കർത്താവിന്റെ മനസ്സ് ലരിയ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ദൈവസഭയ്ക്കകത്ത് ആത്മീയനുമുണ്ട്, പ്രാകൃതനുണ്ട്, ജഡികളുണ്ട്. അങ്ങനെയുള്ളവരെ തിരിച്ചറിയണം. ഈ കാലഘട്ടം വല്ലാത്തൊരു ദുരനുഭവത്തെ കടന്നു പോവുകയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന് മധ്യാകാശം വരെ ഏറ്റവും ആസന്നമായി. തന്റെ മണവാട്ടിയെ ചേർക്കാൻ മണവാളൻ മധ്യാകാശത്ത് വരാൻ സമയമായെന്ന് താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ ശ്രോതാവേ? അതോ ഇന്നും ഇവിടെ കിടന്ന് ഈ അധികാരത്തിന് വേണ്ടി കസേരകളി നടത്തുകയാണോ? ലേലുയ. ഇവിടെ വീണ്ടും ദൈവത്തിന് വചനം വായിക്കുന്നത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം ലേലുയ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുക. അല്ലേരിയ, ഈ സ്വഭാവ ഗുണം നിങ്ങൾക്കുണ്ടോ? കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ, കർത്താവിന്റെ മനസ്സുള്ളവൻ, ആത്മീയൻ ഈ പറഞ്ഞ വേദഭാഗത്തിനകത്ത് ഉറച്ചു നിൽക്കും. അല്ലേലിയ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനസ്സിലെ ചിന്ത താഴ്മയുള്ള ചിന്തകളായിരുന്നു. ക്രിസ്തുവിന്റെ മനസ്സിലെ ചിന്തകൾ താഴ്മയുള്ള ചിന്തകളായിരുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി അല്ലേലേ ക്രൂശിലെ മരണത്തോളം അനുസരണനായി തീർന്നു. അത് താഴ്മ കർത്താവിന്റെ ഹൃദയം അല്ലേറിയ അമ്മ കവരുന്നു. താഴ്മ കർത്താവിന്റെ ഹൃദയം കവരുന്നു. നിങ്ങളുടെ ഉള്ളിൽ താഴ്മയുണ്ടെങ്കിൽ കർത്താവിന്റെ ഹൃദയത്തെ കവർന്നെടുക്കാൻ പറ്റും. അല്ലേറിയ നമ്മുടെ ഉള്ളിൽ താഴ്മയുണ്ടാകട്ടെ.
താഴ്മയിലിട്ട് നമ്മുടെ യേശു പറഞ്ഞത് എന്താ? ഞാൻ സൗമ്യതയും താഴ്മയുള്ളനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന്ന് മത്തായി സുവിശേഷം 11-28-29 വായിച്ചാൽ കാണാൻ കഴിയും. ഒരു ആത്മീയൻ എന്ന് പറയുന്നത് താഴ്മയുള്ളവനായിരിക്കണം, സൗമ്യതയുള്ളവനായിരിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പ്രകോപനം ഉണ്ടാക്കരുത്, സഭയ്ക്കകത്ത് അടിപിടി ഉണ്ടാക്കരുത്, കുടുംബത്തിൽ അടിപിടി ഉണ്ടാക്കരുത്, സമൂഹത്തിൽ അടിപിടി ഉണ്ടാക്കരുത്. പ്രാകൃതനും ജഡികനും സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. മറ്റുള്ളവർക്ക് ആത്മീയമായത് സംസാരിക്കണം. ഇത് ഭവനത്തിൽ തന്നെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ഭവനത്തിനകത്ത് ഒരു ജഡികനായി ജീവിക്കരുത്, ഒരു ജഡികയായി ജീവിക്കരുത്. ഭവനത്തിനകത്ത് പ്രാകൃത ഉള്ളവളായി ജീവിക്കരുത്. അല്ലേരിയ, നീ ഒരു ആത്മീയനായി നിന്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോഴാണ് നിന്നെ കണ്ട് നിന്റെ മക്കൾ ആത്മീയമായി വളരുന്നത്. അല്ലേരിയ, ഒരാത്മീയൻ മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തണം. നിന്റെ കുടുംബത്തിൽ തന്നെ തുടങ്ങട്ടെ ആത്മീയ വർധനവ്, നിന്റെ മക്കളിലേക്ക് തുടങ്ങട്ടെ. അല്ലേലിയ. ഇന്നത്തെ മാതാപിതാക്കൾ സഭയ്ക്കകത്ത് കടന്നു പോകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, സഭയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന മക്കൾ കണ്ടു വളരുകയാണ്. അവരത് കണ്ടു വളർന്നാൽ അവർ വളരുമ്പോൾ പ്രായമാകുമ്പോൾ നിന്നെക്കാട്ടി പ്രാകൃതം ജഡികനായി മാറും. രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥാനപ്പെട്ടു, അഭിഷേകമുണ്ട്, അന്യഭാഷയുണ്ട്, കൃപാവരണമുണ്ട്, അതുണ്ട്, പ്രവചനമുണ്ട്, എല്ലാ ദൂതുകളും ഉണ്ട്. പക്ഷേ നിന്റെ ഉള്ളിലെ പ്രാകൃത മനുഷ്യൻ മരിച്ചിട്ടില്ല, നിന്റെ ഉള്ളിലെ ജഡിക മനുഷ്യൻ മരിച്ചിട്ടില്ല. ആത്മീയമായി വിവേചിക്കുവാൻ, ആത്മീയമായി സംസാരിക്കുവാൻ, മറ്റുള്ളവർക്ക് ആത്മീയമായി പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ നിന്റെ ഹൃദയത്തിൽ താഴ്മ വന്നിട്ടില്ല, സൗമ്യത വന്നിട്ടില്ല. അതുകൊണ്ട് നീ സൗമ്യതയിലേക്ക് വരണം, ജീവിത വിശുദ്ധി നിറയണം. അപ്പൊ താഴ്മ കർത്താവിന്റെ ഹൃദയത്തെ കവരുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, കർത്താവിനെ മേൽക്കുമേൽ ഉയർത്തി അനുഗ്രഹിക്കുന്നു. അല്ലേലിയ. ക്രിസ്തുവിന്റെ താഴ്മയാൽ ദൈവം അവന് നൽകിയ സമ്മാനം എന്താണ്? ക്രിസ്തുവിന്റെ താഴ്മയാൽ, അല്ലേലിയ, നമ്മുടെ കർത്താവ് എന്റെ താഴ്മയാൽ പിതാവ് ഒരു സമ്മാനം കർത്താവിന് നൽകി. ലേലിയ. അവിടെ യാക്കോബിന്റെ ലേഖനവുമായി നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്ന താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നുവെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കും. എന്നെ കേൾക്കുന്ന പറയും സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന്, ഹല്ലേലൂയ, പിതാവിന്റെ മനസ്സ് കവർന്നെടുത്തു. ഹല്ലേലൂയ. താഴ്മയോടെ നിന്നു, സൗമ്യതയോടെ നിന്നു. തൻഫലമായിട്ട് പിതാവായി ദൈവം ഒരു സമ്മാനം കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധി താഴ്മയോടെ നിന്നാൽ, വിനയത്തോടെ നിന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിങ്ങൾ സൗമ്യതയോടെ നിന്നാൽ നിങ്ങൾക്ക് കർത്താവ് ഒരു സമ്മാനം തരും. യേശു ക്രിസ്തുവിന് പിതാവ് ഒരു സമ്മാനം കൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സൗമ്യതയും താഴ്മയും ഉണ്ടെങ്കിൽ പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് സമ്മാനം കൊടുത്തതുപോലെ യേശു ക്രിസ്തുവിന്റെ നിങ്ങൾക്കൊരു വലിയ ഗിഫ്റ്റ് കർത്താവ് തരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് പിതാവ് യേശുവിന് കൊടുത്ത സമ്മാനമെന്ന്? വേദോസ്തത്തിൽ പറയുന്നുണ്ട്, യേശുവിന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം. നമ്മളൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങാറുള്ളവരല്ലേ? നിങ്ങളൊക്കെ സമ്മാനം വാങ്ങിയിട്ടുള്ളൂ ഓരോ സ്ഥലത്തും. നിങ്ങൾ വാങ്ങിയ സമ്മാനമല്ല യേശു കർത്താവ് പിതാവിന് വാങ്ങിയത്. ഞാൻ വാങ്ങിയിട്ടുള്ള സമ്മാനം ഭൂമിയിൽ നിന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കർത്താവ് വാങ്ങിയ സമ്മാനം ഭൂമിയിൽ നിന്നുള്ളതല്ല. ഈ സമ്മാനം എന്താണെന്നറിയണ്ടേ? ഈ സമ്മാനമാണ് യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിൽ 33.5 തിരുവയസ്സ് ജീവിച്ച് 3.5 വർഷം താൻ പരിശുശ്രൂഷ ചെയ്ത് സൗമ്യയും താഴ്മയുള്ളവനായി പിതാവിന്റെ മനസ്സറിഞ്ഞ് കർത്താവിന്റെ വേല ചെയ്ത് യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു നമ്മൾ വായിക്കുമ്പോൾ പിതാവ് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 9, 10, 11 വാക്യമാണ് യേശു ക്രിസ്തുവിന് പിതാവ് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം. എന്താണ് സമ്മാനം? നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 9, 10 വാക്യം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വർലോകന്റെയും ഭൂലോകന്റെയും അധോലോകന്റെയും മുഴങ്ങാനൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായി ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നമ്മുടെ പിതാവ് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠം നിന്നിക്കൊണ്ട് സ്വന്തം ഗുണം നോക്കാതെ മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കി ക്രിസ്തുവേശുള്ള ഭാവത്തോടെ നാം നിറയപ്പെട്ട് നിന്ന്
യേശു പിതാവിന്റെ ഭാവത്തിൽ നിറയപ്പെട്ട് ശുശ്രൂഷ ചെയ്ത അവസാനം യേശു പിതാവ് യേശുവിന് കൊടുത്ത സമ്മാനം പോലെ നമ്മൾ ഇതുപോലെ നിന്നാൽ നമുക്ക് അവസാനം ഒരു നല്ല സമ്മാനം കിട്ടും. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ ചേർത്ത് ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ അരിക്കൽ ചേർത്തുകൊള്ളുവെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം വായിച്ചാലും കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിച്ചാലും നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്കൊരു വലിയ ഗിഫ്റ്റ് കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പിതാവായ ദൈവം ഏറ്റവും വലിയ സമ്മാനം യേശുവിന് കൊടുത്ത് എല്ലാ നാമത്തിനും മേലായി നാമം കൊടുത്ത് ഉയർത്തിയതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ പകൽ ദൈവത്തിന്റെ വചനം പറയട്ടെ. നീ സൗമ്യതയോടെ താഴ്മയോടെ കർത്താവിന്റെ മനസ്സറിഞ്ഞവനായി, കർത്താവിന്റെ ഭാവമുള്ളവനായി, കർത്താവിന്റെ ഭാവമുള്ളവളായി നീ കർത്താവിന് വേണ്ടി നിന്നാൽ അവസാനം നിനക്ക് വലിയൊരു സമ്മാനം കർത്താവ് തരും. അത് സ്വർഗരാജ്യത്തിൽ യേശു ക്രിസ്തുവിന്റെ വലത്ത ഭാഗത്ത് നിനക്ക് എത്തിച്ചേരുവാൻ കഴിയും. പ്രയത്നം ചെയ്യും. അതുകൊണ്ട് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്. സ്വന്തം ഗുണം മാത്രമല്ല നോക്കേണ്ടത്, ഉള്ളത് കൊണ്ട് മറ്റുള്ളവരെയും കൂടെ പരിപോഷിപ്പിക്കണം. ക്രിസ്തുവേശുള്ള ഭാഗം തന്നെ നിനക്കുണ്ടായിരിക്കണം. 5 അപ്പവും 2 മീനും കൊണ്ട് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്കൂടെ സ്ത്രീകൾക്കും അവർ കുഞ്ഞുകുട്ടികൾക്കും തീറ്റിപ്പോറ്റവൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ. ഹല്ലേലൂയ. അതൊന്നീ കർത്താവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കണം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്ന നീ താങ്കൾ സഭയിൽ സൗമ്യതയുള്ളവനായിരിക്കണം. നീ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓണക്കാലമൊക്കെ ഒരു വടംവലി മത്സരം നിങ്ങൾ കണ്ടിട്ട്, നിങ്ങൾ വടംവലിച്ചിട്ടുണ്ട്. ഞാനൊക്കെ വടംവലി ഒരുപാട് നടത്തിയിട്ടുണ്ട്, ഒരുപാട് വടംവലി കൂടിയിട്ടുണ്ട്. ഈ വടംവലി 2 കക്ഷികളാണല്ലോ വടംവലിക്ക് നിൽക്കുന്നത്. പരസ്പരം വലിക്കുക, ആര് ജയിക്കും ആര്. ഇന്നത്തെ കാലഘട്ട സഭ അതുപോലെ ഓണാഘോഷത്തിലെ വടംവലി പോലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പക്ഷം. അവസാനം കയറ് പൊട്ടി വീഴും. ഹല്ലേലൂയ. നിലയില്ല കയറ്റി ചിന്തയാണ്. എന്നെ കേൾക്കുന്ന സഹോദര, നീ ലോകത്തിന്റെ അധികാരത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ നീ വിട്ടിട്ട് നീ ഒരു ജനികനായി പ്രാകൃതനായി ജീവിച്ചാൽ അവസാനം നിന്റെ അന്ത്യം നരകത്തിൽ തന്നെയായിരിക്കും. പേരുകൊണ്ട് വിശ്വാസിയെന്നും പ്രവൃത്തി കൊണ്ട് വിശ്വാസിയെന്നും, ഹല്ലേലൂയ, വസ്ത്രം കൊണ്ട് വിശ്വാസിയെന്നും വേഷഭൂഷാദികളൊക്കെ നിനക്കുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ ജഡത്തിലെ ജഡിക മനുഷ്യനെ, പ്രാകൃത മനുഷ്യനെ നീക്കിക്കളയാതെ, ആ ജഡിക പ്രാകൃത മനുഷ്യനെ കൊന്നുകളയാതെ, അവനെ നിന്ന് പുറത്താക്കി കളയാതെ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ കസേരകളി നിർത്തണം. അല്ലെങ്കിൽ കസേരകളെ കയ്യാങ്കളി നിർത്തണം. പ്രൈസലോ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ക്രിസ്തുവേശുള്ള ഭാവത്തോടെ നീ കർത്താവിന് വേണ്ടി നിൽക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് താഴ്മ കർത്താവിന്റെ ഹൃദയത്തെ കവരുന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാൽ അവന്റെ മനസ്സ് നിങ്ങളിൽ ഉടലെടുക്കും. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാൽ, ഹല്ലേലൂയ, വസിച്ചാൽ, ആമീൻ, സ്തോത്രം, വസിച്ചാൽ അവൻ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചാൽ അവന്റെ മനസ്സ് നിങ്ങളിൽ ഉടലെടുക്കും. ആ താഴ്മയെ കണ്ട് കർത്താവ് നിങ്ങളുടെ പേരിനെ ബഹുമാനിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിലെ താഴ്മ കണ്ട് കർത്താവ് നിങ്ങളെ ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവസഭയുടെ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ പറയട്ടെ, താഴ്മയോടെ ജീവിച്ച് താഴ്മയോടെ നിന്നാൽ കർത്താവ് നിന്നെ ബഹുമാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ അറിയാത്ത പൊസിഷനിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. നീ അറിയാത്ത സ്ഥാനത്തേക്ക് കർത്താവ് നിന്നെ നിയോഗിക്കും. അതിനുവേണ്ടി താഴ്മയോടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, നിങ്ങൾ കീർത്തിയും പുകഴ്ചയുമുള്ളവരായി മാറും. നിങ്ങളെ കർത്താവ് കീർത്തിയും പുകഴ്ചയുള്ളവനാക്കി മാറ്റും. ഹല്ലേലൂയ. മിസ്രയീമിലേക്ക് ആമീൻ വിറ്റുകളഞ്ഞ യോസേഫ് പോത്തിഫറിന്റെ ഭവനത്തിലും കാരാഗ്രഹത്തിലും ഹല്ലേലൂയ താഴ്മയുള്ളവനായി സൗമ്യതയുള്ളവനായി നിന്നു. പിന്നത്തേതിൽ സംഭവിച്ചത് എന്താണ്? അവൻ കീർത്തിയും പുകഴ്ചയുള്ളവനായി മിസ്രയീമിന്റെ 2ാമനായി വാണു യോസേഫ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ഒരു സ്വഭാവമുണ്ടോ?
അല്ലെ താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് എന്നാണ് സദൃശവാക്യം 11:2 വായിക്കുന്നത്. താഴ്മയുള്ള പക്കൽ എന്തുണ്ട്? ജ്ഞാനമുണ്ട്. താഴ്മ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവികമായ ജ്ഞാനം നിന്നിൽ നിറയും. ദൈവികമായ ജ്ഞാനം നിന്നിൽ നിറയുമ്പോൾ നീ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് എന്തെന്ന് നിനക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. നിന്റെ സംസാരം എന്താണ്? നിന്റെ വാക്കുകൾ എന്താണ്? മറ്റുള്ളവരുടെ ചങ്കിന് നേരെ ഉളി കൊണ്ട് കുത്തുന്നത് പോലെ ജടികമായ വാക്കുകൾ, പ്രാകൃതമായ വാക്കുകളല്ലേ സഹോദര സഹോദരി സംസാരിക്കുന്നത്? നിന്റെ ഉള്ളിലെ ജഡിക മനുഷ്യൻ, പ്രാകൃത മനുഷ്യനല്ലേ നിന്നെ നടത്തുന്നത്? അല്ലെ നീ അശുദ്ധമായ വാക്കുകൾ സംസാരിക്കുന്നത്? യോസേപ്പിന്റെ ജീവിതത്തിൽ നീ മനസ്സിലാക്കുക. അല്ലേലുയ. അപ്പൊ ആമേ താഴ്മയുടെ പക്കലോ ജ്ഞാനമുണ്ട്. ആകയാൽ തമ്മിൽ തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിവരോട് ചേർന്ന് കൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുതെന്ന് റോമാലേഖനം 12:14 പറയുന്നുണ്ട്. എന്താണ്? തമ്മിൽ തമ്മിൽ ഐക്യമത്യമുള്ളവരായി, അല്ലെങ്കിൽ വലിപ്പം കാണിക്കാതെ, അല്ലെങ്കിൽ വലിപ്പം ഭാവിക്കാതെ. ചിലരുടെ പോസും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രൈസറ ഭാഷ കണ്ട പുറപ്പാടില്ല. ഞാൻ പലപ്പോഴും പ്രൈസറ ഭാഷ നമ്മളെ കണ്ട ശ്രദ്ധിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോയി. പ്രൈസറോ അനവധി ദൈവദാസന്മാരുണ്ട്. അപ്പം പലരോടും പ്രൈസറോ പറഞ്ഞു പലരും അങ്ങ് മാറിപ്പോവുക. എന്താണെന്നറിയത്തില്ല, താഴ്മയില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പ്രൈസ്തലോട് പറഞ്ഞാൽ തിരിച്ചൊരു പ്രൈസ്തലോട് പറയാൻ കഴിയാത്തവൻ പാസ്റ്ററായിരുന്നാലും, സെൻട്രൽ പാസ്റ്ററായിരുന്നാലും, പ്രൊഫസറായിരുന്നാലും, സഭയുടെ ഉന്നത സ്ഥാനത്ത് ഏത് പൊസിഷനിലിരുന്നാലും അവൻ ചെടികനാ, പ്രാകൃത. ഒരു വിശ്വാസി ഒരു കൊച്ചു വന്ന് നിന്നോട് പ്രൈസലോട് പറയുമ്പോൾ ആ കൊച്ചിന് പ്രൈസലോട് കൊടുക്കാൻ കഴിയാതെ, ഒരു ദൈവദാസം വന്ന് നിന്നോട് പ്രൈസലോട് പറയുമ്പോൾ അതിന് തിരിച്ചൊരു പ്രൈസലോട് കൊടുക്കാൻ കഴിയാതെ നീ പോകുന്നുണ്ടെങ്കിൽ, നീ എത്ര ഉന്നതാധികാര സ്ഥാനത്തിരുന്നാലും നീ ചെടികൻ തന്നെയാ, നീ പ്രാകൃതം തന്നെയാ. നീ ആത്മീകനല്ല. ആത്മീകനാണെങ്കിൽ നീ ആത്മീയമായി വിവേചിച്ചുകൊണ്ട് നിന്നോട് പ്രൈസലോട് പറഞ്ഞ് തിരിച്ചൊരു പ്രൈസലോട് പറഞ്ഞേനെ. അല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്ന ഒരാൾ. നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ, നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറണം. പ്രൈസലോ. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി. ലറിയ. അത് ഫിലിപ്പിലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. അല്ലേലിയ. എന്തൊക്കെ കാര്യമാണ് 2-ാം വാക്യത്തിൽ പറയുന്നത്? നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ഒരു ദൈവ പൈതലിന് വേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. അല്ലേലിയ. അപ്പൊ ക്രിസ്തുവിന്റെ ചിന്തയ്ക്ക്, യേശു ക്രിസ്തുവിലുള്ള ചിന്തയ്ക്ക് വിരോധമായി, എതിരായി പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളാണ് വേദപുസ്തകം പറയുന്നത്. ഏതൊക്കെയാണത്? അത് പിശാച് കൊണ്ടുവരുന്ന അഹങ്കാര ചിന്ത, ഹൃദയത്തിനകത്ത് അകൃത്യം. സങ്കീർത്തനം 68:18 കാണാൻ കഴിയും. ദൈവവചനത്തെ വിരോധമായി കൊണ്ടുവരുന്ന ചിന്തയാണ് അകൃത്യം. ദുരുപായം, അല്ലുരിയ. സദൃശവാക്യം 11:2. നികളവും ഗർവവും, സദൃശവാക്യം 21:24. നികഷ്ടബുദ്ധി, റോമാലേഖനം 1:26. ജഡത്തിന്റെ ചിന്ത, റോമാലേഖനം 8:6. സാത്താന് ചിന്തകളായ ഇവകളെയെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ക്രിസ്തു വസിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലേരിയ. അപ്പം ദൈവജനത്തിന് വിരുദ്ധമായ ചിന്തകൾ ഏതൊക്കെയാണ്? 1 സ്തോത്രം, ഹൃദയത്തിലെ അകൃത്യം, 2 ദുരുപായം, 3 നികളവും ഗർഭവും, 4 നികഷ്ടബുദ്ധി, 5 ജഡത്തിലെ ചിന്ത. ഇത് സാത്താൻ കൊണ്ടുവരുന്നതാണ്. ഇത് ദൈവവചനത്തിന് വിരോധമാണ്, ദൈവസഭയ്ക്ക് വിരോധമാണ്, ദൈവമക്കൾക്ക് വിരോധമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണം, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ ശാപങ്ങൾ, പാപങ്ങൾ മാറി നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത വരണമെങ്കിൽ, നീ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി മാറണം. ക്രിസ്തുവിന്റെ മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിന്റെ തകർക്കുവാൻ ഇവിടുത്തെ ഒരു അന്ധകാര ശക്തിക്ക്, ഒരു ദുർമന്ത്രവാദത്തിനും, ഒരു ദുർസേവകൾക്കും, ഒരു ദുർഭൂത ആരാധനകൾക്കും, ഒരു ദുർഭൂതങ്ങൾക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല.
ഒരു മന്ത്രവാദിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ മനസ്സ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ എഴുന്നേൽക്കുന്ന ദുർമന്ത്രവാദ സേവകളെ ദൈവം ചുട്ടുകളയും, കരിച്ചുകളയും. അല്ലേ? എങ്ങനെ ചുട്ടുകളയാൻ കഴിച്ചത്? കാരണം നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ആത്മാവിൽ തീ നിന്നിറങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നിറഞ്ഞ് ആരാധിക്കുമ്പോൾ നിനക്ക് നേരെ ഉയരുന്ന ദുർസേവകളെ, ദുർമന്ത്രവാദങ്ങളെ ദൈവം തകർത്ത് കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ മനസ്സുള്ളവരായി മാറണം. ഹല്ലേലൂയ. മനസ്സാന്തരപ്പെട്ട് മടങ്ങുക. നിന്റെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിനാ പദ്ധതി, ലോകത്തിനല്ല നിന്റെ കുടുംബത്തെക്കുറിച്ച് പ്ലാനുള്ളത്. നിന്റെ കുടുംബത്തെക്കുറിച്ചും നിന്റെ മക്കളെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും ലോകക്കാരല്ല തീരുമാനിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. ചിലരും ഞങ്ങളോട് ചെയ്തവരൊന്നും വിജയിച്ചിട്ട്, ഞങ്ങളോട് ചെയ്തവർക്കൊക്കെ ഞങ്ങൾ പകരം കൊടുക്കും. നീ എന്ത് പകരം കൊടുക്കുന്ന? നിന്നോട് എന്ത് ചെയ്തെന്ന നീ എന്ത് പകരം കൊടുക്കാൻ? നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നീ ചെയ്താൽ ഒരു ചുക്കു ഏക്കത്തില്ല. ഒരു ദൈവ പൈതന്യത്തിലെ, ഒരു ദൈവദാസനെ, ഒരു ദൈവമക്കൾക്ക് നേരെ നീ എന്ത് ദുർസേവ ചെയ്താലും, ദുർമന്ത്രവാദം ചെയ്ത് നിന്റെ തലമുറയെ അനുഭവിക്കും. നിന്റെ തലമുറ നിന്റെ വീട്ടിനകത്ത് നിന്റെ കൺമുമ്പിൽ ഇരുന്ന് നിരങ്ങും. പ്രൈസലോ. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അല്ലേ? നീ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി മാറുക. നിന്നെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയത്തില്ല. ഇവിടെ അല്ലെ, നിങ്ങൾ വസിക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തണം. നിങ്ങൾ വസിക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തണം. അല്ലേറിയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം ലൂക്കോസ് സുവിശേഷം 10:27 വാക്യം വായിക്കുമ്പോൾ എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്നും ഉത്തരം പറഞ്ഞു. ലേലിയ. നിങ്ങൾക്കൊരു ഒരുപാട് വ്യാജ ഉപദേശങ്ങൾ, വ്യാജമായ പരാതികളും പരിഹാസങ്ങളും ഇറക്കി വിടുന്ന പരിഹാസികൾ ഭൂമിയിലുണ്ട്. എനിക്കറിയാം, എന്നെ കുറിച്ച് ഒരുപാട് പരിഹാസം പറയുന്ന പരിഹാസികളെ എനിക്കറിയാം. ഒരുപാട് പരിഹാസം പറയുന്ന പരിഹാസികളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരിഹാസം, ഫോണിലൊക്കെ വിളിച്ച് ഇങ്ങനെ പരിഹസിക്കുക. എന്തോ നേടിയെന്ന, എന്തോ കിട്ടി, എന്തോ നേടി പോലെ ചില പരിഹാസികൾ ഇരുന്ന് പറയുന്നത്. നീ എത്ര പരിഹസിച്ചാലും നിന്റെ ജീവിതത്തിന്റെ അവസാനം ഞാൻ മുമ്പ് പറഞ്ഞ് ഇരുന്ന് നിരങ്ങേണ്ടി വരും. പ്രൈസലോ. മാനസാന്തരപ്പെടണം കേട്ടോ. അതുകൊണ്ടാണ് പൗലോസ് പറയുക, കൊരിന്ത്യ സഭയോട് പറയുക, അല്ലയോ കൊരിന്ത്യരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായോട് എന്ന പോലെ അത്രയും സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ എന്ന് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വായിച്ച വചനം എന്താണ്? 1 കൊരിന്ത്യർ ലേഖനം 2:16 വാക്യം, കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാവുന്നവനാൾ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന സഹോദരി, നീ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായിരിക്കണം. മനസ്സാന്തരപ്പെട്ട് മടങ്ങുക. നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന്റെ കേരളത്തിൽ, ഭാരത ലോക രാജ്യങ്ങളിൽ 100 കോടിയിലധികം ജനത്തിനായി ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, വാക്കിന്റെ അനുവൃത്തരും യാചകരും, ഓർഫനേജ്, യുവനും തടവറയിലായിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കുടിൽ തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന സകല ജനത്തെയും, എല്ലാ ദ്വീപവാസികൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കുന്ന എല്ലാ ജനത്തെയും, എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരെയും, എല്ലാ ഭരണാധികാരികളെയും, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന എല്ലാവരും, ഞങ്ങളുടെ ജുഡീഷ്യറി അടക്കമുള്ള എല്ലാ മേഖലയിലുമായിരിക്കുന്ന ജനങ്ങളെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി കർത്താവേ സ്വന്തം വലിയ ക്രിസ്തുവിലുള്ള ഭാവമുള്ളവരെ തിരുവാൻ ജനത്തെ ഒരുക്കണമേ. കേരളത്തിൽ ലോകരാജ്യം കഷ്ടതയുടെ കടന്നുപോകുന്ന, സകല ശാപത്തിന്റെ കീഴിൽ കടന്നുപോകുന്ന കുടുംബങ്ങളുണ്ട്. അവർക്ക് ദൈവം വിടുവിക്കണ്ടായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാ അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളിൽ നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ ശാസിച്ച് ചെവിടുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം വെളിപ്പെടണം. അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ മാറിപ്പോ തുടഞ്ഞു പോകട്ടെ. എല്ലാ ദുർമന്ത്ര സേവകളും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ഫലിക്കുകയാണ്. അത് തകർന്ന് തൈപ്പണമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.